ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ടൗണിലോട്ട് വന്നിരിക്കുകയാണ് ഒരു ചെറിയ ഷോപ്പിങ്ങിന്. ഇക്ക പുറത്തോട്ട് വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ആരെയോ കാണാനായിട്ട്. മൂത്താളുണ്ട്, ഹംദാനുണ്ട്, ഹനായും അപ്പൂസും സ്കൂളിലാണ്. അവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ഇവനിക്ക് വയ്യാത്തതുകൊണ്ടൊന്നും സ്കൂളിൽ വിട്ടില്ല. മാച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവന് ഫ്രൈഡേ അല്ലായിരുന്നോ മാച്ച്? സൺഡേ അല്ല, സാറ്റർഡേ മാച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ഇന്നലെ മദ്രസയിൽ പോയിട്ട് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പനിയായിട്ട് ഇരിക്കുവാണ്, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല. അപ്പോൾ അയാളുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ കടയിൽ ചെന്നിട്ട് നല്ല തിരക്കുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് ഇക്ക വരുന്നുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് പോണതിന് മുമ്പ് എന്നെയും മോനെയും ഇക്ക ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഇക്കാക്കൊരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇക്കടൊരു ഫ്രണ്ടിൻ്റെ. അപ്പം അവിടോട്ട് പോവുകയാണ്. ഇതൊരു റെയിൽവേ ഓവർ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ പേര് മാളിയേക്കൽ ബ്രിഡ്ജ് എന്നാണ്. കുറേ കാലത്ത് കുറച്ച് ആളുകളുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ഈ ബ്രിഡ്ജ് ഇപ്പോൾ പണിഞ്ഞത്. ഇവിടെ ഈ റെയിൽവേ ക്രോസ് അടവ് കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ കറക്റ്റ് ടൈം എത്തിക്കാൻ പറ്റാതെയൊക്കെ മരിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ നമുക്കറിയുന്ന തന്നെ ഇക്കാടെ ഒരു ഫ്രണ്ട് അപകടം പറ്റി അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതൊരുപാട് പേരുടെ ഒരു കാത്തിരിപ്പായിരുന്നു ആ പാലം. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ജ്വല്ലറിയുടെ പേര് സുമംഗലി എന്നാണ്. ശാസ്താംകോട്ടയാണേ നമ്മുടെ ഈ ജ്വല്ലറി വരുന്നത്. ശാസ്താംകോട്ട വരണിക്കാവ് റോഡ്. അവിടെ പോയപ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോസാണ്. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. ഒക്കെ ചെന്നപ്പോഴത്തേക്കും ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിരുന്നു. നമ്മുടെ അനാർക്കലി മരയ്ക്കാറായിരുന്നു ഉദ്ഘാടനം ടൈമിൽ. നമ്മൾ ആ ടൈമിൽ അവിടെ ചെന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഒക്കെ ലേറ്റായി. പിന്നെ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഓണത്തിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു. പർച്ചേസിന് പോയപ്പം 2-3 ടോപ്പ് എടുത്തായിരുന്നു. അത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് കാണാം. ഇത് ഫസ്റ്റ് വണ്ണാണേ. ഇത് ഫുൾ സ്ലീവാണ്. ഞാൻ ഒത്തിരി നാളായി ഫുൾ സ്ലീവ് യൂസ് ചെയ്തിട്ട്. ഞാൻ കൂടുതലും 3/4 സ്ലീവ് യൂസ് ചെയ്യുന്നത്. അതാണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയൊരു വർക്കുണ്ട്. സെൻറ്റർ പോർഷനിലും ചെറിയൊരു വർക്കുണ്ട്. ഈ ടോപ്പാണ് ഞാൻ എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇടുമ്പം കംഫർട്ടബിളായിട്ട് തോന്നുന്നതും. നല്ല സുഖമാണ് കേട്ടോ. സൂപ്പർ ആ ടോപ്പ്. ഒരു 350 റേഞ്ചൊക്കെ ഉള്ളു. വൺ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് ഒരു ചെറിയ. നല്ല ഇടുമ്പം നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഈ ടോപ്പ്. മറ്റേ ഫസ്റ്റ് കാണിച്ച ടോപ്പ് എനിക്ക് തോന്നുന്നൊരു 500 റേഞ്ചിൽ വരുന്നതാണ്. കയ്യിലും ചെറിയൊരു ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും താഴെ വരെ ഷോ ബട്ടൺ ഉണ്ട്. ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് താഴെ. ഇപ്പോൾ പർച്ചേസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വീക്കായിട്ടോ. ഞാൻ സമയം കിട്ടിയില്ല എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് ടോപ്പ്. പിന്നെ ഞാൻ ഇത് എനിക്ക് തോന്നുന്നു ഇതും ഒരു 350 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. 370 350 ആ ഒരു റേഞ്ചിലുള്ളതാണ്. 50% ഓഫാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് 50% ഓഫ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ റേറ്റുകൾ. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. അത് നമുക്ക് എത്ര വാഷ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സൈസ് മെറ്റീരിയലാണ്. ഞാൻ ജസ്റ്റ് വിയർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യം ടോപ്പുകൾ കാണിച്ച സമയത്ത് വെയർ ചെയ്തിരുന്ന ഒരു മെറൂൺ കളർ ടോപ്പ് ഉണ്ടോ, അതൊരു 100 റുപ്പീസിനാണ് ഞാൻ 4 എണ്ണം എടുത്തത്. അപ്പം ഇതിലേത് ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്.